ഗായകൻ പി ജയചന്ദ്രൻ ഇനി ഓർമ്മ. സംസ്കാരം എറണാകുളം ചേന്ദമംഗലത്തെ തറവാട്ട് വളപ്പിൽ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മുഹസിന സു വിവരങ്ങൾ നൽകും. മുഹസിന, 6 പതിറ്റാണ്ട് നീണ്ട ആ സംഗീതയാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. നേരത്തെ 3 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ എല്ലാം അവസാനിച്ചു അല്ലേ? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിന്റെ ഭാവഗായകൻ, അതുല്യ പ്രതിഭ, സംഗീത ജീവിതത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച അതുല്യ പ്രതിഭ ഓർമ്മയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ തറവാട് വീട് കൂടിയായ പാലിയത്ത് പ്രസിദ്ധമാണ്. പാലിയത്തെ തറവാട് വീട്ടുമുറ്റത്താണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നത്. നിരവധിയായ ആളുകളാണ് പല നാനാദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ എത്തിയത്. രാവിലെ 8 മണിക്ക് ശേഷം ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായ വിദ്യാലയത്തിൽ നാഷണൽ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരുന്നു പാലിയത്ത് പറവൂർ പാലിയത്തേക്ക് മൃതദേഹം എത്തിച്ചത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം പറഞ്ഞിരുന്നത് വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം എന്നായിരുന്നു. 12 മണി വരെ പൊതുദർശനം ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ആ തീരുമാനം പിന്നീട് ബന്ധുക്കൾ മാറ്റുകയായിരുന്നു. തറവാട്ട് വീട്ടിനകത്ത് അധിക നേരം പൊതുദർശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രമുഖരടക്കം നിരവധിയായ ആളുകളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയത്. മൃതദേഹത്തോടൊപ്പം ഇരിങ്ങാലക്കുടയിൽ നിന്ന് മന്ത്രി ആർ ബിന്ദു അനുഗമിച്ചിരുന്നു. ഇതിനുശേഷം മന്ത്രിമാരായ എം പി രാജേഷ്, അതുപോലെ തന്നെ സജി ചെറിയാൻ തുടങ്ങിയവർ അവിടെ എത്തി. അതുപോലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ്, അദ്ദേഹം അവിടെ എത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പണിതത് നമുക്കറിയാം. മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു തറവാട് കൂടിയാണ് പാലയം. അവിടെ തന്നെ അദ്ദേഹത്തിന് ഒരു മണ്ഡപം, അതായത് സ്മാരകം ഒരുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. എന്താണെങ്കിലും ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാണ് അന്ത്യനിദ്ര അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടുവളപ്പിൽ ഉണ്ടാകണമെന്നത്. അത് ആഗ്രഹം പ്രകാരം തന്നെയാണ് എല്ലാ ചടങ്ങുകളും പൂർത്തിയായത്. അമൃത. ശരി, മുഹസിന സു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.